മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിലും ജോർദാനിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ്. അഥവാ രണ്ട് നദികൾ, ഏതൊക്കെയാണ് രണ്ട് നദികൾ? യെസ്, യൂഫ്രട്ടീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും തീരത്ത് രൂപപ്പെട്ടു വന്ന സംസ്കാരമാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അറ്റൻഡൻസ് ഇടാൻ ബാക്കിയുള്ളവരിടണേ. ആ രണ്ട് നദിയുടെ തീരങ്ങളിൽ രൂപപ്പെട്ടു വന്ന സംസ്കാരമാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. അവരുടെ എഴുത്ത് രീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ വ്യാപാര ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എഴുത്ത് രീതി എന്ന് പറയുന്നത് ക്യൂണിഫോം എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ അവർ ഗണിതശാസ്ത്ര മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ അവർ കൈവരിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്ത കലണ്ടർ നിർമ്മിച്ചിരുന്നു. അവരുടെ പാത്രനിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കാൻ ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ നമ്മൾ എഴുതുകയും ഒരു പട്ടികയൊക്കെ വരച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും കുറച്ച് മാത്രം പഠിക്കാനുള്ള സംസ്കാരത്തെക്കുറിച്ചാണ്. അഥവാ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ചൈനയിൽ രൂപപ്പെട്ടു വന്ന സംസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ തൊട്ട അയൽവക്കത്താണെങ്കിലും നമ്മളുമായിട്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലാതിരുന്ന പ്രദേശമാണ്. തൊട്ടടുത്തൊന്നുമല്ല, ചൈനയുടെ കിഴക്കൻ ഭാഗമാണ്, നമ്മൾ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ രൂപപ്പെട്ടു വന്ന സംസ്കാരമാണ്. അപ്പോൾ നമുക്കറിയാം, നദീതര സംസ്കാരമായതുകൊണ്ട് ചൈനീസ് സംസ്കാരവും ഏതെങ്കിലും ഒരു നദിയുടെ തീരത്തായിരിക്കും രൂപപ്പെട്ടു വന്നിട്ടുണ്ടാവുക. ആ നദിയാണ് ഹൊയാഹോ എന്ന് പറയുന്നത്. ഹൊയാഹോ ചൈനീസ് പേരായതുകൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു തുക തോന്നും, ഹൊയാഹോ നദിയുടെ തീരത്ത്. ഇനി ആ നദിയുടെ തീരത്ത് സംസ്കാരം രൂപപ്പെട്ടു വന്നപ്പോൾ അവരുടെ ജോലി എന്തായിരുന്നു? ഏത് നദീ സംസ്കാരത്തിലെയും പ്രധാന ജോലി എന്തായിരുന്നു? കൃഷി. അപ്പോൾ അത് ഇവിടെയും ബാധകമാണ്. കാരണം നദീതടമാകുമ്പോൾ ജലസേചന സൗകര്യം. നമുക്ക് നോക്കാം, നമുക്ക് പാഠപുസ്തകം വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷി മാത്രമായിരിക്കില്ല, എന്തായാലും അതിൻ്റെ കൂടെ മറ്റ് ചില സംഗതികൾ കൂടി ഉണ്ടാവും. നമുക്ക് നോക്കാം, പാഠപുസ്തകം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കാണാം. തുടങ്ങുന്നതിന് ഇതാണ്, നദിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഹൊയാഹോ. ഹൊയാഹോ എഴുതുന്നത് നോക്കി, ഹൊയാഹോ. നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. നമ്മൾ പഠിച്ച 4 സംസ്കാരങ്ങളുടെയും പ്രധാന ജോലി എന്ത് തന്നെയാണ്? കൃഷി തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു സിമിലാരിറ്റി, സാമ്യത നമുക്ക് കിട്ടി. 4 സംസ്കാരങ്ങളിലെയും പ്രധാന തൊഴിൽ കൃഷിയാണ്. ദെൻ അവരെ മറ്റ് തൊഴിലുകളാണ് നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. നോക്കാം നമുക്ക്. എന്താ നെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുക. അത് കോട്ടൺ, തുന്നുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. വസ്ത്രം ഉണ്ടാക്കി എന്ത് ചെയ്യണം? നൂലുണ്ടാക്കി, നൂലും ഈഴും പാവൊക്കെ ഉണ്ടാക്കി കൈത്തറി ഉപയോഗിച്ചതിനെ, തറി ഉപയോഗിച്ചതിനെ തുണിയാക്കി മാറണം. തുണീനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഡ്രസ്സായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക ചെയ്യുക. അപ്പോൾ തുണി നെയ്ത്ത് അവർ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നു. അത് മറ്റ് സംസ്കാരക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ, ഇവർ മാത്രമൊന്നല്ല ചെയ്തിരുന്നു. ഇനി അവരുടെ മാത്രമായിട്ടുള്ള പ്രത്യേകത വേറെ നമുക്ക് നോക്കാം. ഈ മൺപാത്ര നിർമ്മാണം നമ്മൾ പഠിച്ച 3 സംസ്കാരക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിലുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷനുണ്ട്, ചൈനീസ് സംസ്കാരത്തിലുണ്ട്. പാത്രങ്ങൾ നിർമ്മിക്കാൻ ഒരു മണ്ണ് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. ദെൻ ഇവർക്ക് മാത്രമുള്ള ഒരു യൂണിഫോമിറ്റി ഇതാണ്, പ്രത്യേകത ഇതാണ്, പട്ട് വസ്ത്ര നിർമ്മാണം. ഇത് മറ്റാരും ചെയ്തിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ചൈനീസ് സംസ്കാരക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. സംസ്കാരം വളർന്ന് കുറേ വ്യാപിച്ച് വലുതായപ്പോഴും
ചൈന എന്ന് പറയുന്ന രാജ്യമായി വന്നപ്പോൾ പോലും ആ ചൈനക്കാർക്ക് മാത്രമേ പട്ടുവസ്ത്രം ഉണ്ടാക്കാൻ അറിയുമായിരുന്നുള്ളൂ. എങ്ങനെ ഈ പട്ടുവസ്ത്രം ഉണ്ടാക്കാർക്കെങ്കിലും അറിയാനെ കുറിച്ച്? യെസ്, ഓക്കെ. ആ പറഞ്ഞോ. യെസ്, പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന ഒരുതരം പുഴുക്കളാണ് അല്ലേ അഥവാ അത് ചില ഇലകൾ തിന്നിട്ടാണ് വളരെ. മൾബറി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല തിന്ന് കഴിയുന്ന ഒരുതരം പുഴുവാണ്. ആ പുഴുവിനെ കൃത്രിമമായിട്ട് നമ്മൾ വളർത്തിയെടുത്ത് ആ പുഴു ഏത് പുഴുവും എന്ത് ചെയ്യും, കുറച്ചു കാലം കഴിയുമ്പോൾ അത് പ്യൂപ്പയായിട്ട് മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സയൻസിൽ പഠിച്ചിട്ടുണ്ടോ പ്യൂപ്പ? ഓക്കെ, പ്യൂപ്പയായിട്ട് മാറും. അങ്ങനെ പ്യൂപ്പായിട്ട് മാറുമ്പോൾ അതൊരു കൊക്കൂണ് പോലെ അഥവാ അതിനൊരു കൂടുണ്ടാക്കും. ഈ കൂട് പട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പട്ട് എന്ന് പറയുന്ന ഒരു തരം പ്രത്യേക നൂല് കൊണ്ടാണ് അവരിങ്ങനെ കൊക്കൂണ് നെയ്തുണ്ടാക്കുക. നമ്മളെന്ത് ചെയ്യും, മനുഷ്യന്മാർ ആ പുഴുവിനെ കൊക്കൂണ് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ചുടുവെള്ളത്തിലിട്ട് കൊന്ന് പിന്നീട് പുഴു എങ്ങനെയാണോ ചുറ്റിയത് അത് നേരെ അഴിച്ചെടുത്ത് അതിനെ നൂലാക്കി മാറ്റി നൂല് നെയ്ത് ഡ്രസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, വസ്ത്രമാക്കി മാറ്റുക ചെയ്യുന്നത്. ഈ ടെക്നോളജി, ഈ കണ്ടുപിടുത്തം ആദ്യമായിട്ട് ചെയ്തിരുന്നത് ചൈനക്കാരായിരുന്നു. അതാണ് അവരുടെ പ്രത്യേകത. കാരണം നമുക്കറിയാം പട്ടുവസ്ത്രങ്ങൾ മറ്റു വസ്ത്രങ്ങളെ പോലെയല്ല, വളരെ തിളക്കം കൂടുതലുള്ള വസ്ത്രമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ചൈനീസ് സംസ്കാരക്കാരാണിത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് എന്താ വെച്ചാൽ പലരും അതിൻ്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ്. ദെൻ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എല്ലാ സംസ്കാരം പോലെയും ഇവർക്കും എന്തുണ്ട്, എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു ക്യൂണിഫോം ആയിരുന്നു. എന്നാൽ അതുപോലെ ഒരു പ്രത്യേക പേരെന്നുള്ള എഴുത്ത് രീതി ഇവർക്കില്ല. ഇവരെ എഴുത്ത് രീതി നിങ്ങൾ നോക്കൂ, സൈഡിൽ ചിത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, ഇത് കുറേ ചിത്രങ്ങളാണ് അല്ലേ, ചെറിയ ചെറിയ ചിത്രങ്ങളാണ്. അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ കാര്യത്തെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം ചൈനീസിൻ്റെ എഴുത്ത് രീതി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയല്ലേ ചൈന ലാംഗ്വേജ് അല്ലേ. ചൈനക്കാരെ എഴുത്ത് രീതി നമ്മൾ അക്ഷരങ്ങൾ നോക്കിയാൽ ആക്ച്വലി ഇപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അവർ അന്ന് രൂപപ്പെട്ട് വന്നതിൻ്റെ കുറേ പരിഷ്കരിച്ചതാണ് ഇന്നുള്ളത്. പക്ഷേ അവർ നമ്മുടെ അക്ഷരങ്ങളെ പോലെ എന്തായിരുന്നില്ല, അക്ഷരങ്ങളായിരുന്നില്ല. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത്. അഥവാ അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ചിത്രീകരിക്കുകയാണ് ചെയ്തിരുന്നത്. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു. ആ ചിത്രം എന്താണോ സൂചിപ്പിക്കുന്നത് അതിനെ അവർ ചിഹ്നമാക്കിയിട്ട് മാറ്റി. അതാണ് ഇപ്പോഴും ചൈനയിൽ ഉപയോഗിക്കുന്നത് ചൈനീസ് ലാംഗ്വേജ്, ചൈനീസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഫോണിലൊക്കെ ഇമോജി നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇമോജി. ഇമോജിയിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള പല കാര്യങ്ങളും പറയും. നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ രുചിയുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ചിത്രങ്ങളിലൂടെ നമ്മൾ പറയും. കാരണം അതിലെ മുഖഭാവങ്ങൾ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിനെ ചിത്രീകരിക്കുകയും ആ ചിത്രങ്ങൾക്ക് പകരം ചെറിയ ചെറിയ ചിഹ്നങ്ങൾ വരികയും ചെയ്തു. ഇതാണ് ചൈനീസ് ലാംഗ്വേജിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക ഒരു പേരൊന്നും നൽകിയിട്ടില്ല. പ്രാചീന മെസപ്പൊട്ടോമിയയിലെയും ഈജിപ്തിലെയും പോലെ പ്രാചീന ചൈനക്കാരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അവർ കലണ്ടർ തയ്യാറാക്കിയിരുന്നു. നമുക്കറിയാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സംസ്കാരക്കാർ കലണ്ടർ തയ്യാറാക്കിയിരുന്നു അല്ലേ. ഏത് തരം കലണ്ടറാണ് അവർ ഉപയോഗിച്ചിരുന്നത്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഏത് തരം കലണ്ടർ ഉണ്ടാക്കിയിരുന്നവർ? സൂര്യ കലണ്ടർ. സൂര്യനെ അടിസ്ഥാനമാക്കിയ സൂര്യ കലണ്ടർ 365 ദിവസങ്ങളുള്ള കലണ്ടറും അതിനെ 12 മാസമായിട്ട് മാറ്റുകയും ഒക്കെ ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരക്കാരും കലണ്ടർ നിർമ്മിച്ചിരുന്നു. പക്ഷെ അവർ കലണ്ടറിൽ മാറ്റം വന്നു. സൂര്യനെ അല്ല, പകരം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ കലണ്ടർ നിർമ്മിച്ചത്. ഓക്കെ,
എന്നാൽ ചൈനക്കാർ വീണ്ടും സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ തന്നെയാണ് അവരും തയ്യാറാക്കിയിരുന്നത്. അവരെ കലണ്ടറിൽ 365 ദിവസം ഉണ്ടായിരുന്നു. 365 ദിവസം. ഇത്രയുമാണ് നമുക്ക് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. ഒയാഹോ നദിയിലാണ് രൂപപ്പെട്ടു വന്നത്. അവരുടെ തൊഴിലെന്തായിരുന്നു, അവരുടെ എഴുത്ത് രീതി എന്തായിരുന്നു, അവരെ കലണ്ടർ നിർമ്മാണം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് നോട്ട്ബുക്കിലേക്ക് എങ്ങനെ എഴുതി വെച്ചാൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് എഴുതാൻ ഒരു പട്ടിക തന്നിരുന്നു. ആ പട്ടികയിലേതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എഴുതുക. ഇതിനായിട്ട് ഞാൻ പ്രത്യേക ഒരു വർക്ക്ഷീറ്റ് തരുന്നില്ല. നേരത്തെ വർക്ക്ഷീറ്റിൻ്റെ അതേപോലെ നിങ്ങൾ എന്താണോ നേരത്തെ എഴുതിയത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കള്ളി വരച്ചിട്ട് ചൈനീസ് സംസ്കാരത്തിൽ അതിൻ്റെ തലക്കെട്ടുകളൊക്കെ സെയിമാണ്. അതിലില്ലാത്തതും ഉണ്ടാവും ചിലപ്പോൾ. അവിടെ സയൻസും ശാസ്ത്ര ഗവേഷണമൊക്കെ തന്നിരുന്നു, അത് ഇവർക്കില്ല, കാര്യമായിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ഒരു പട്ടിക വരച്ച് ഈ നോട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. നോക്കൂ, നദീതടങ്ങൾ കേന്ദ്രമാക്കി പ്രാചീന കാലത്ത് വളർന്നു വന്ന ചില സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. വെങ്കലത്തിൻ്റെ ഉപയോഗം, കൃഷിയുടെ പുരോഗതി, കച്ചവടത്തിൻ്റെയും കരകൗശലമേയുടെയും വികാസം, എഴുത്തുവിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ തുടങ്ങിയവ ഈ സംസ്കാരങ്ങളുടെ എടുത്തു പറയത്തക്ക സവിശേഷതകളാണ്. അല്ലേ, നമുക്ക് വെങ്കലങ്ങൾ ഉപയോഗിച്ചു, കൃഷി പുരോഗതി കുറച്ചു, കച്ചവടം വന്നു. കച്ചവടം വരാൻ കാരണം എന്താ, അവർക്ക് സർപ്ലസ് പ്രൊഡക്റ്റ് വന്നു, അതോ ഉൽപ്പന്നങ്ങൾ അമിതമായിട്ടുണ്ടായി, അപ്പോൾ അവർ കച്ചവടത്തിലേക്ക് വന്നു. കരകൗശല മേഖലകൾ, വ്യത്യസ്ത വസ്ത്രങ്ങൾ നിർമ്മിക്കാനും പാത്രങ്ങൾ നിർമ്മിക്കാനും ടെക്നോളജികളൊക്കെ വന്നു. എഴുത്തുവിദ്യ വന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രസ്, വളർച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. പാഠം കഴിഞ്ഞു. പാഠത്തിലെ പ്രധാന ഐഡിയോളജികൾ നമ്മളൊന്ന് പഠിച്ചു പോകും കേട്ടോ. നോക്കൂ, നിങ്ങൾ BCE 2700 മുതൽ 1700 വരെയുള്ള കാലത്താണ് സിന്ധു നദിയുടെയും കൈവഴിയുടെയും തടങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം വന്നത്. എന്താ BCE എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ് BCE? ഓക്കെ, ക്രിസ്തു ജനിച്ചതിൻ്റെ മുതൽ ബിഫോർ ദി കോമൺ ഇറ, അതാണ് BCEൻ്റെ ഫുൾ. ബിഫോർ ദി കോമൺ ഇറ. ഇപ്പം നമ്മൾ ACE ആണ്, ആഫ്റ്റർ ദി കോമൺ ഇറ. അഥവാ ക്രിസ്തു ജനിച്ച വർഷത്തെയാണ്, വർഷം തുടങ്ങുന്നതാണ് കണക്കാക്കിയിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങോട്ടും അതിൻ്റെ ബാക്കിലേക്കും. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് BCE 2700 മുതൽ 1700 കാലത്താണ് സിന്ധു കൈവഴിയുടെ കാലങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത്. ഇനി അവരുടെ പ്രത്യേകത ആയിരുന്നു ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗം. നമ്മൾ കണ്ടതാണ്. അവിടെ പാഠം ആരംഭിച്ചതിൻ്റെ എങ്ങനെയായിരുന്നു, റെയിൽവേ ട്രാക്കിന് വേണ്ടി നിർമ്മിക്കുന്ന സമയത്താണ് ചുട്ട ഇഷ്ടിക അവർ കണ്ടെത്തുന്നത്. ദെൻ വെങ്കലത്തിൻ്റെ ഉപയോഗങ്ങൾ. ഇനി അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാല്, നഗരങ്ങൾ രൂപപ്പെട്ടു വന്നത്, ധാന്യപ്പുരകൾ, ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളം എന്നിവ ഹാരപ്പൻ സംസ്കാരത്തിന് പ്രധാന സവിശേഷതകളാണ്. ഇതാണ് ഹാരപ്പൻ സംസ്കാരത്തിന് പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയുന്നത്. ദെൻ ഹാരപ്പൻ ജനത വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്തിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. ദെൻ കാർഷിക പുരോഗതി കച്ചവടത്തിൻ്റെ വികാസത്തിലേക്ക് നയിച്ചു. ക്ലിയർ ഇവിടെ കുറവില്ല മോനെ, നെറ്റ് നല്ല ഫാസ്റ്റാണ്. ഞാൻ പറയുന്ന ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ 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 അപ്പോൾ കരകൗശല രംഗത്ത് അവർ പല മേഖലയും വിദഗ്ധരായവരെ കരകൗശല വിദഗ്ധരായിരുന്നു. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ സമകാലികമായ സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ, മെസൊപ്പൊട്ടേമിയൻ, ചൈനീസ് സംസ്കാരം. നമ്മൾ പഠിച്ച ഈ പറഞ്ഞ 4 സംസ്കാരങ്ങളും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വന്നതാണ്. ശാസ്ത്രം, ഗണിതശാസ്ത്രം, വാസ്തുശാസ്ത്രം എന്നീ മേഖലയിൽ സംസ്കാരങ്ങൾ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ശാസ്ത്രം നമുക്കറിയാം, സയൻസ് അല്ലേ. ഗണിതശാസ്ത്രം അറിയാം. എന്താ വാസ്തു? ആർക്കല്ലേ വാസ്തുവായിട്ട് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ. വാസ്തു എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രത്യേക ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക. ഇത്തരം നിർമ്മാണ രീതി, മൊത്തം നിർമ്മാണത്തെ നമ്മൾ വാസ്തു എന്ന് പറയാം, ആർക്കിടെക്ചർ നമ്മൾ പറയും. അപ്പോൾ വാസ്തുശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും ആ ടെക്നോളജിയിൽ അവർ മുൻപിട്ട് നിന്നിരുന്നു. അപ്പോൾ ഇത്രയുമാണുള്ളത്. ഇനി
വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പല രീതിയിലായിട്ട് നമ്മൾ എഴുതിയതാണ്. എഴുതാത്ത ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു പട്ടിക മാത്രം. എയും ബിയും പട്ടിക പൂരിപ്പിക്കാനുണ്ട്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ഒന്ന് ഈ പട്ടിക എഴുതണം. ഇത് ചേരുംപടി ചേർത്തുകൊണ്ടാണ് എഴുതേണ്ടത്. അത് എഴുതുക. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്ന വർക്കിൻ്റേതുപോലെ ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എഴുതുക. ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുപോലെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതാം. സംസ്കാരം, നദി, തൊഴിൽ, എഴുത്തുവിദ്യ, ശാസ്ത്രം, വാസ്തുശില്പം ഉണ്ടോ. ഇപ്പോൾ ചൈനീസ് ആകുമ്പോൾ ഹൊയാഹോ നദിയുടെ തീരത്ത് അവരെ തൊഴിൽ, എഴുത്ത് രീതി, ശാസ്ത്രത്തിൽ കലണ്ടർ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൽ എഴുതിയെടുക്കാനുള്ളത്. ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ എടുത്ത ഭാഗം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്? ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ചു പോകാൻ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പരീക്ഷയുടെ സ്വഭാവം ഞാൻ ഒന്നുകൂടി പറയാം. പരീക്ഷ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം വഴിയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക. 20 മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ ചാപ്റ്ററിന് അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും പരീക്ഷ ഉണ്ടാവുക. 5-ാം തീയതിയാണ് പരീക്ഷ. പരീക്ഷയുടെ സമയം നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ. വൺ വേർഡ്, കാരണം നമ്മൾ ഇത്തവണ ചെയ്യുന്ന ഗൂഗിൾ ഫോം വഴി ആയതുകൊണ്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസിന് നമുക്ക് കഴിയുള്ളൂ. അടുത്ത എക്സാം മുതൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. നിങ്ങൾ 10ാം ക്ലാസ്സുകാർ ചെയ്യുന്നത് പോലെ ആൻസർ പേപ്പർ സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരിക്കും ചെയ്യുക. ഇത്തവണ 1 വേർഡ് ആയിരിക്കും. കേട്ടില്ല? അത് ടൈപ്പ് ആയിരുന്നു അല്ലേ എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നോക്കുക. ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇല്ല, മാർക്ക് കാണില്ല. മാർക്ക് നിങ്ങൾ പിന്നീട് ഗ്രൂപ്പിൽ അറിയിക്കും. കേട്ടില്ല? ഹോംവർക്ക് ഗ്രൂപ്പിലിടാനില്ലല്ലോ. നിങ്ങൾ നേരത്തെ തന്ന ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് എഴുതിയാൽ മതി. പിന്നെ ചേരുംപടി ചേർക്കാനുള്ള പുസ്തകത്തിലുണ്ട്. ഉണ്ടോ?